സ്പെഷ്യൽ ചിക്കൻ കറി. സ്പെഷ്യൽ കണക്ക് തന്നെ, എല്ലാ ദിവസവും ഉണ്ടാക്കണ ചിക്കൻ കറി തന്നെ ഇന്നും ഉണ്ടാക്കണം. എപ്പോൾ ഉണ്ടാക്കിയത് സ്പെഷ്യലാണ്. എന്തായാലേ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നേരത്തെ വന്ന സമയത്ത് വൈഫ് ഇതാ ചിക്കൻ ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാക്കി തരാം, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ആൾക്കും കുറച്ച് റെസ്റ്റ് കിട്ടുള്ളൂ. നമ്മളൊക്കെ ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ അവർക്ക് റെസ്റ്റ് കിട്ടുള്ളൂ. അപ്പം അതിൻ്റെ പേരിൽ ഞാനിന്ന് ചിക്കൻ്റെ ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആളിങ്ങനെ എടുത്തിങ്ങായിട്ട് വീഡിയോ എടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വീഡിയോ ഇങ്ങനെ എടുത്തോ, ഞാൻ തന്നെ നന്നാക്കി ഞാൻ കറി വെച്ചാലെന്ന് പറഞ്ഞു. നാട്ടിൽ വരുമ്പോൾ എനിക്ക് ഉണ്ടാക്കി തരാറില്ല ചിക്കൻ. ഉണ്ടാക്കണ്ടേ നാട്ടിൽ വരുമ്പോൾ എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട് എപ്പോഴും. നല്ല സൂപ്പറാണ്, സൂപ്പർ കറിയാണ്. ഞാൻ വെക്കുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ. വെക്കണ്ട ഇല്ല, ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറയണ്ടേ. ഇപ്പോൾ സവാള സ്ലൈസ് ആയിട്ട് ഇടുക കേട്ടോ. സവാള സ്ലൈസ് ആയിട്ട് ഇടുക. ചേട്ടൻ്റെ ഇഷ്ടത്തിന് വെക്കണമെന്ന് പറഞ്ഞു. എന്ത് മോഡലാണ്? അത് എൻ്റെ ഒരു ഇഷ്ടം. എൻ്റെ ഇഷ്ടത്തിന് ഒരു പ്രത്യേക മോഡൽ ഉണ്ടാക്കാൻ പോകും. കാണാൻ നമുക്ക് ഒരു ഫ്രൈ പാനിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് കാശ്മീരി പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല. ഞാനിപ്പോൾ ചതച്ചതാണ്, പൊടിയല്ല, ഗരം മസാല പൊടിച്ചതാണ്. അതുപോലെ തന്നെ പെരുംജീരകം വേണം. പെരുംജീരകപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 3 സവാള, അതുപോലെ തന്നെ വലിയ 2 തക്കാളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ വറുത്ത് വെച്ച പെരുംജീരകപ്പൊടിയും അതുപോലെ ഗരം മസാലയും മുളക് പൊടിയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി പിടിപ്പിക്കുക. അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ വളരെ നന്നായിരിക്കും. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. 1 കപ്പ് വെള്ളം ഒഴിക്കുക. ചേട്ടനെങ്കിൽ പാകത്തിന് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം കൂടുതൽ നട്ടാൽ കുഴപ്പമൊന്നുമില്ല. അത് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണെന്നൊന്നും പറയുന്നില്ല. എന്നാലും എന്നും സ്ഥിരമായിട്ട് നമ്മൾ ഒരേ മോഡൽ ചിക്കൻ കറിയൊക്കെ വെക്കുന്നതല്ലേ, അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഒരു ചിക്കൻ കറി. ഇതാണ് മുളകിൽ വറ്റിച്ചത്. ഇതിൻ്റെ പേരാണ് മുളകിൽ വറ്റിച്ചത്. കറി പാകമാകുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് മല്ലിയില, വേപ്പില എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മൂടി വയ്ക്കുക. അങ്ങനെ കറി റെഡിയായി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടോ, എന്നിട്ട് കമൻറ്റ് ചെയ്യും. ഓക്കെ. ഇതോടൊപ്പം തന്നെ വൈഫിൻ്റെ ഒരു സവാള വാട്ടലാണ്. സവാള മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല കേട്ടോ, തക്കാളി ഒന്നുമില്ല. പണ്ട് സ്കൂളിൽ പോയപ്പോഴേ സവാള വാട്ടി കഴിക്കുന്നുണ്ട്. ഒരു കൂടി എനിക്ക് സവാള വാട്ടി വെറുതെ സവാള, മുളക് പൊടി, മഞ്ഞപ്പൊടി കൂട്ടിട്ടേ പച്ചമുളകും കറിവേപ്പിലേ ഇട്ടിട്ട് പൊടിക്കല്ലേ. ഒരു നാട്ടിലൊരു പൊടിക്കും കുറേ കഴിയുന്നു അല്ലേ. ഞാൻ പള്ളിയിലുണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 4 ഒടിക്കുണ്ടാവും. ചിക്കൻ മുളകിട്ടത്, സവാള വാട്ടിയത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി.
എന്നിട്ടാണ് സവാള ഇത് നൊസ്റ്റാൾജിയ സവാള സവാള വഴറ്റിയത്. ഇപ്പോഴും വാറ്റുന്നവരുണ്ട് കേട്ടാ. ആ. നൊസ്റ്റാൾജിയ ഒന്നും ഇരിക്കില്ല. നോക്കട്ടെ കേട്ടാ, ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കൂട്ടുകയാണല്ലോ. ഓക്കെ ഓക്കെ. ടേസ്റ്റ് ഉണ്ടോ? ആ സൂപ്പറാണോ? അത് ശരി. അപ്പം എൻ്റെ ഒരു പ്രത്യേകം ഉണ്ടാക്കിയൊരു കറി കേട്ടോ. ഞാൻ പ്രത്യേകമായിട്ട് ഒന്ന് ആലോചിച്ചുണ്ടാക്കിയാണ്. നോക്കൂ.